അസ്സലാമലൈക്കും എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ബീഫ് ലസാനിയ ഉണ്ടാക്കുകയാണ് ലവാഷ് ഷീറ്റ് കൊണ്ട്. എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം കേട്ടോ. അതായത് ഒരു മിക്സി എടുക്കുക, നമ്മൾ 250 ഗ്രാം മീറ്റ് എടുത്തിട്ട് അരച്ചെടുക്കുക, അല്ലെങ്കിൽ മിൻസ്ഡ് മീറ്റ് വാങ്ങിക്കുക. ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നീട് മറ്റൊരു പാൻ ചൂടാക്കിയിട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞതും ഈ അരച്ച് വെച്ച മീറ്റ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. ഈ മീറ്റിൽ ചെറുതായിട്ട് ഫാറ്റ് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് കുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുത്തു. ശരിക്കും ഞാനത് ശ്രദ്ധിച്ച് ആ ഭാഗമൊക്കെ ഒഴിവാക്കിയിരുന്നെങ്കിൽ വേഗം കുക്കായി എടുക്കുമായിരുന്നു. ഈ സമയം ഒരു 2 ടീസ്പൂൺ ചില്ലി പൗഡറും 1 ടീസ്പൂൺ ഒറിഗാനോയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. അപ്പോൾ ഒരു തക്കാളി അരച്ചെടുത്തത് ചേർത്ത് കൊടുത്തു, അല്ലെങ്കിൽ തക്കാളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. തക്കാളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക, എണ്ണയൊക്കെ തെളിയുന്നത് വരെ കുക്ക് ചെയ്യുക. കുറച്ച് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്തു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബീഫ് വല്ലാണ്ട് അങ്ങോട്ട് വേവുന്ന പോലെ തോന്നുന്നില്ല. ചില ഭാഗം നന്നായിട്ട് വെന്തിട്ടും ചില ഭാഗം ചെറുതായിട്ട് കടിക്കുന്ന പോലെ തോന്നിയുണ്ട്. കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചു. പിന്നെ ഒരു ക്യാരറ്റും ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പും എരിവൊക്കെ അനുസരിച്ച് കുരുമുളക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ക്യാരറ്റും ക്യാപ്സിക്കും ഒന്ന് സോട്ടായി കിട്ടിയാൽ മതി. ഒന്ന് സോട്ടായി ഒന്നുകൂടി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നുണ്ടെങ്കിൽ അത് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഈ പാനിൽ തന്നെ സോസ് ഉണ്ടാക്കാം. അതിന് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ വീറ്റ് ഫ്ലോറും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം ഒന്നൊന്ന് വീറ്റ് ഫ്ലോർ കുക്കാവുന്നുണ്ട് തോന്നിയാൽ പാല് ചേർത്ത് കൊടുക്കുക. ഒന്നുകിൽ കുറച്ച് ചേർത്തിട്ട് ഇളക്കിയിട്ട് ഇതാക്കാം, അല്ലെങ്കിൽ ഒറ്റയടിക്കന്നെ 1 കപ്പ് മുഴുവൻ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഒറിഗാനോ ഇവ ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് പൊടിയുടെയും അതുപോലെ ബട്ടറും മിക്സ് ആയിട്ടുള്ള അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി ആയാൽ ഞാനൊരു പകുതി കപ്പ് പാല് ചേർത്തിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ നമ്മൾ വിചാരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് എത്തിയാൽ എന്ത് ചെയ്യുക, നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. ചൂടാറിയാൽ ഒന്നും കൂടി തിക്കേണ്ടാവുന്നതാണ്. ഇവിടെ ഞാൻ ലവാഷ് ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റ് സോസ് ഒരാവശ്യത്തിന് തിക്ക് കൺസിസ്റ്റൻസിയിലാവുകയാണ് നല്ലത്. ഈ ലവാഷ് ഷീറ്റ് റോൾ ചെയ്തിട്ട് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ കേക്കിൽ ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്യൂലേ, ആ ഒരു മെത്തേഡിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു. ലവാഷ് ഷീറ്റ് അല്ലെങ്കിൽ പാസ്ത ഷീറ്റ് യൂസ് ചെയ്യാവുന്നതാണ്, ബ്രെഡ് യൂസ് ചെയ്യാവുന്നതാണ്. ബ്രെഡ് യൂസ് ചെയ്യുമ്പോൾ വൈറ്റ് സോസ് കുറച്ച് ലൂസ് ആവുന്നതാണ് നല്ലത് എന്ന ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. ലവാഷ് ഷീറ്റ് ആകുമ്പോൾ ഒന്നുകൂടി നമുക്ക് ഈസിയാണ്. എനിക്ക് ഒന്നുകൂടി ടേസ്റ്റും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ വൈറ്റ് സോസ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് ലവാഷ് ഷീറ്റ് വെച്ച് കൊടുത്തു. ശേഷം അതിൻ്റെ മുകളിൽ വൈറ്റ് സോസ് തന്നെ തേച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ നമ്മൾ മിൻസ്ഡ് മീറ്റ് കൊണ്ടുള്ള മസാല ഉണ്ടല്ലോ അത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇത് കുക്ക് ചെയ്യുമ്പോഴുള്ള ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റൗ ഏറ്റവും സിമ്മിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സ്റ്റൗകളും ഡിഫറൻ്റ് ഇരിക്കും. അതായത് ഒരു വീട്ടിൽ സിം എന്ന് പറയുന്നത് ആ സ്റ്റൗ അത്രയ്ക്ക് സിം അല്ല എന്നുണ്ടെങ്കിൽ കരിയാൻ നല്ല ചാൻസാണ്. നമ്മൾ സ്റ്റൗവിൽ ഏറ്റവും സിമ്മ് കാണിക്കുന്നത് അതിൽ മാത്രം വെച്ച് കൊടുക്കാം. ഞാൻ മസാലയുടെ മുകളിൽ മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തു. ശേഷം ലവാഷ് ഷീറ്റ് വെച്ച് കൊടുത്തു, വൈറ്റ് സോസ് തേച്ച് കൊടുത്തു. ഇനി മസാല എഗെയിൻ ഇട്ട് കൊടുക്കുന്നു. നമുക്ക് എത്രത്തോളം ലെയർ വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ ഓവനിൽ ബേക്ക് ചെയ്യാണ്ട് ഞാൻ തവയിലാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 ഷീറ്റ് വെച്ചിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. മീറ്റ് മസാലയുടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നു. നമുക്കിനി ഒന്നുകൂടി എരി കൂട്ടാൻ വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ഓരോ ലെയറിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അത്രയ്ക്ക് എരിവ് എൻ്റർടൈൻ ചെയ്യണില്ല. ഇനി അത് 3ാമത്തെ ലെയർ വെച്ചു, വൈറ്റ് സോസ് അപ്ലൈ ചെയ്തു, മസാലയും തേച്ച് കൊടുത്തു. ഇനി മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ട് ഇത് കവർ ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. മസാല ഒരു തിൻ ലെയറിൽ ചെയ്താൽ മതി. കൂടുതൽ ലെയർ വെച്ചു എന്ന് വെച്ചിട്ട് ടേസ്റ്റ് കൂടുന്നില്ല. ഇതിപ്പോൾ ലാസ്റ്റ് ലെയറാണ്. സിംപ്ലി വൈറ്റ് സോസ് മാത്രം വെച്ച് കൊടുക്കണം. എൻ്റെ മസാല തീർന്ന് കഴിഞ്ഞിരുന്നു, പക്ഷെ ഒരു കുഴപ്പമില്ല. ഞാൻ സൈഡൊക്കെ എന്ത് ചെയ്തു, വൈറ്റ് സോസ് കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തു. മൊസറല്ല ചീസും അത്യാവശ്യത്തിന് ഫുള്ള് ഇട്ട് കൊടുത്ത്
എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കുക്ക് ചെയ്യാം. അതായത് വെച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 25 അരമണിക്കൂർ ആകുമ്പോഴേക്കും ഇത് കുക്കായി കിട്ടുന്നതാണ്. ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും പെപ്പർ പൗഡറും ഒക്കെ ഇട്ട് കൊടുത്തിട്ടു ഞാൻ മുകളിൽ. എന്നിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയപ്പോൾ ഉള്ളൊരു കണ്ടീഷനാണ്. ശരിക്കും ഒന്നുകൂടി ഇരിക്കണം എങ്കിലുള്ളൂ ഒന്നുകൂടി ടേസ്റ്റി ആവുക. പക്ഷേ മക്കൾക്ക് ഭയങ്കരമായിട്ട് അപ്പം തന്നെ കഴിക്കണം എന്നുള്ള വാശി പിടിച്ചുകൊണ്ട് ഞാനിത് എടുക്കുകയാണ്. അതുകൊണ്ടാണ് മൊസറല്ല ചീസ് വല്ലാണ്ട് വലിയാത്തതും ഇത്തിരി വാട്ടറി ആയിട്ടുള്ളതും. നമ്മുടെ കയ്യിൽ ഓവൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തവ യൂസ് ചെയ്തിട്ട് ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലസാനിയൊക്കെ ഉണ്ടാക്കാം എന്നുള്ളത് കണ്ടില്ലേ. ഇതൊക്കെ 0% ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് ഫ്ലോപ്പ് ആവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ടില്ലെങ്കിൽ അടി കരി ചാൻസ് ഉണ്ടെന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.